2020-21 വർഷങ്ങളിൽ ഉണ്ടായ കോവിഡ് പ്രളയമൊക്കെ ഉണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട് വരാതിരുന്ന ഭക്തർ കൂടുതലായി ശബരിമലയിലേക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നു. മാത്രമല്ല, തമിഴ്നാട്ടിലും കർണാടകത്തിലും അങ്ങനെയുള്ള കേരളത്തിന് പുറത്തുള്ള വിശ്വാസികൾ അവരെ ഭഗവാൻ അയ്യപ്പനൊരു പാർട്ട്ണറായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവർ ശേഖരിച്ചു വെച്ച ആ പാർട്ട്ണർക്ക് കൊടുക്കാൻ വേണ്ടി അവർ ശേഖരിച്ചു വെച്ച ഒരു സങ്കല്പമാണല്ലോ, അത് കഴിഞ്ഞ പ്രാവശ്യം വളരെ കൂടുതൽ ശബരിമലയിലേക്ക് നിക്ഷേപിക്കപ്പെട്ടു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതൊന്ന്. രണ്ടാമത്തെ കാരണം, ഇവിടേക്ക് എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം ഈ പ്രാവശ്യം കുറഞ്ഞു, 1.5 ലക്ഷത്തോളം കുറഞ്ഞു. അത് തമിഴ്നാട്ടിലെ ഉണ്ടായ ഫ്ലഡ്, തെലങ്കാനയിലെ ഒക്കെ ഉണ്ടായ ഇലക്ഷൻ, അതൊക്കെ കൊണ്ട് ആയിരിക്കാം. ഈ രണ്ട് കാരണങ്ങളാണ് പ്രധാനമായും നമ്മൾ വരുമാനം കുറയുന്നതായി കണക്കാക്കുന്നത്. തിരക്ക് കൂടുമ്പോൾ വരുമാനം നമുക്ക് കുറയുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഫ്ലോയിൽ പൊയ്ക്കൊണ്ടിരുന്ന, അല്ല ഇപ്പോൾ ഉള്ള ഫ്ലോയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവരും അരവണ വാങ്ങിക്കും, അപ്പം വാങ്ങിക്കും. അപ്പോൾ അതുകൊണ്ട് തിരക്ക് കൂടി വളരെ സമാധാനത്തിൽ തൊഴുതു പോകുന്നതാണ് ഞങ്ങൾക്ക് നല്ലത്. നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ശബരിമലയും പമ്പയും നിലയ്ക്കലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഭക്തജനങ്ങളുടെ അഭൂതപൂർവമായ തിരക്കിനാണ് സാക്ഷ്യം വഹിച്ചത്. ഈ അനിയന്ത്രിതമായ തിരക്ക് മൂലമാണ് തീർത്ഥാടനം താളം തെറ്റിയതെന്ന് ദേവസ്വം മന്ത്രിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇക്കുറി ശബരിമലയിലെത്തിയ അയ്യപ്പന്മാരുടെ എണ്ണത്തിൽ 1.5 ലക്ഷത്തിൻ്റെ കുറവുണ്ടായി എന്നാണ് ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. തീർത്ഥാടകരുടെ എണ്ണം തുലവും കുറഞ്ഞെങ്കിൽ എങ്ങനെ മുമ്പെങ്കും കാണാത്ത തിരക്കിന് ശബരിമലയും പമ്പയും നിലയ്ക്കലും സാക്ഷികളായി? ജനം ഡിബേറ്റ് ഈ വിഷയമാണ് ഇന്ന് പരിശോധിക്കുന്നത്. തിരക്ക് ഉണ്ടാക്കിയതാണോ? സംവാദകൻ ശ്രീജിത്ത് പണിക്ക, സാമൂഹ്യ നിരീക്ഷകൻ വിദ്യാസാഗർ ഗുരുമൂർത്തി, LDF പ്രതിനിധിയും NCP നേതാവുമായ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, റിട്ടയർഡ് DYSP ശ്രീ RK കൃഷ്ണകുമാർ എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. വിദ്യാസാഗർ ഗുരുമൂർത്തി, നട തുറന്ന് 28 ദിവസത്തിനുള്ളിൽ 134 കോടി രൂപയുടെ വരുമാനം. കഴിഞ്ഞ വർഷം 154 കോടി രൂപ ആയിരുന്നു ലഭിച്ചത്. അതായത് നടവരവിൽ 20 കോടി രൂപയുടെ കുറവ്. അരവണയിൽ 61 കോടി രൂപയാണ് ഇത്തവണ വിറ്റുവരവ്. കഴിഞ്ഞ വർഷം അത് 73 കോടി രൂപയായിരുന്നു. അപ്പത്തിൽ നിന്ന് കിട്ടിയത് ഇത്തവണ കിട്ടിയത് 8 കോടി രൂപയാണ്. കഴിഞ്ഞ തവണ 9 കോടി രൂപയായിരുന്നു. കാണിക്ക 41 കോടി രൂപ ഇത്തവണ. കഴിഞ്ഞ തവണ 46 കോടി രൂപ. ഭക്തരുടെ കുറവ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയതുപോലെ 1.5 ലക്ഷം. 17 ലക്ഷം തീർത്ഥാടകരാണ് ശബരിമലയിൽ ഇതുവരെ എത്തിയത്. ഈ കണക്ക് വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തിക്കും തിരക്കും എങ്ങനെ ഉണ്ടായി എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും അംഗങ്ങൾക്കും അതുപോലെ ദേവസ്വം മന്ത്രിക്കും ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അവർക്ക് ഈ ഉത്തരവാദിത്വം ഒഴിച്ചു മാറാൻ പറ്റില്ല. കാരണം കൊച്ചു കുട്ടികളടക്കമുള്ളവരെ ഈ 16 മണിക്കൂറും 18 മണിക്കൂറും കോൺസെൻട്രേഷൻ ക്യാമ്പിൽ എന്നതുപോലെ കൂട്ടിയിട്ടതിന്റെ ഉത്തരവാദിത്വം ഈ സർക്കാരിനാണ്, ദേവസ്വം ബോർഡിനാണ്. ദേവസ്വം മന്ത്രി കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, യാതൊരു പ്രയാസവുമില്ലാത്ത തീർത്ഥാടന കാലമാണ്. ചില കേന്ദ്രങ്ങൾ രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി ഇതിനെ കാണാൻ ശ്രമിക്കുന്നു, അത് ദൗർഭാഗ്യകരമാണെന്നൊക്കെ പറഞ്ഞിരുന്നു. ഈ തീർത്ഥാടകരുടെ എണ്ണം കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണം തമിഴ്നാട്ടിലുണ്ടായിട്ടുള്ള ഫ്ലഡും മറ്റു കാര്യമൊക്കെ ആയിരിക്കാം. പക്ഷേ തീർത്ഥാടകരുടെ എണ്ണം കുറഞ്ഞിട്ടും ദർശന സൗകര്യം കുറഞ്ഞത് എങ്ങനെയാണ് എന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും അധികം ആളുകൾ അവിടെ വന്നിട്ട് 18 മണിക്കൂറോളം അല്ലെങ്കിൽ 16 മണിക്കൂറോളം ക്യൂവിൽ നിൽക്കേണ്ടി വന്നത്? അവർക്ക് അടിസ്ഥാന കാര്യങ്ങൾ നിറവേറ്റാൻ പോലും പറ്റാത്ത രീതിയിൽ കുടുങ്ങിപ്പോയത് എങ്ങനെയാണ്? അപ്പോൾ കൃത്രിമമായ ഒരു തിരക്ക് സൃഷ്ടിച്ചുവോ എന്ന് ബുദ്ധിയുള്ള ആരും ചിന്തിക്കും. അപ്പൊ കൃത്രിമമായ ഒരു തിരക്ക് സൃഷ്ടിക്കാൻ ദേവസ്വം ബോർഡിന് ആരുടെയെങ്കിലും ആജ്ഞ ഉണ്ടായിരുന്നോ? ആ ആജ്ഞയുടെ പിന്നിൽ എന്താണ് എന്നതാണ് സത്യത്തിൽ നമ്മൾ ഇന്ന് പരിശോധിക്കേണ്ടുന്ന വിഷയം. കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ഡോക്ടർ TP സെൻകുമാർ സാറും പറഞ്ഞിരുന്ന വിഷയം ഏകദേശം ഇതാണ്. അതായത് ഈ ഇത്തരത്തിലൊരു തിരക്ക് സൃഷ്ടിക്കുകയും ശബരിമലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് സ്ഥലം പരിമിതി ഉണ്ടെന്നും അല്ലെങ്കിൽ അയ്യപ്പന്റെ ദർശന സമയം ഏതാണ്ട് 18 മണിക്കൂറോളം നീട്ടിയിട്ടും തിരക്ക് 16 മണിക്കൂറോളം
ക്യൂ ഉണ്ട് എന്ന് കണ്ടാൽ അടുത്ത നടപടി എന്ന് പറയുന്നത് കേന്ദ്രത്തിനോട് അവകാശപ്പെട്ട് ഫോറസ്റ്റ് ലാൻഡ് കൂടുതൽ അനുവദിക്കുക, അതിലൂടെ അവിടെ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ശ്രമം നടത്തുക, അപ്പുറത്ത് എയർപോർട്ട് എരുമേലിയിൽ എയർപോർട്ട് കൊണ്ടുവരിക, 365 ദിവസവും അയ്യനെ കാണാനുള്ള സൗകര്യം ഒരുക്കുക. അങ്ങനെ അതുവഴി നമ്മുടെ കേരളിന്റെ സങ്കല്പം പോലെ വലിയൊരു കമ്മീഷൻ ഈ ഗവൺമെന്റിലെ ചില ആളുകൾക്ക് കണ്ണുണ്ടോ, അതുപോലെ ചില തൽപര കക്ഷികൾക്ക് അവിടെ എയർപോർട്ട് കൊണ്ടുവരാനുള്ള ഒരു കുത്സിത ശ്രമത്തിന്റെ ഭാഗമാണോ ഈ കൃത്രിമമായ തിരക്ക് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ ഒരു കാരണവശാലും കഴിഞ്ഞ തവണ ഇതിലേറെ തിരക്കുണ്ടായിരുന്നു എന്നത് വ്യക്തമാണല്ലോ. ഇതിലേറെ തിരക്കുണ്ടായിരുന്ന സമയത്ത് പോലും ഇത്രയധികം ആളുകളെ തടഞ്ഞു വെക്കേണ്ടുന്ന അവസ്ഥ ഉണ്ടായില്ല. അപ്പോ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ മെഷീനറി അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം പരാജയപ്പെട്ടു എന്നത് അവർ പറയാതെ പറയുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം പരാജയപ്പെട്ടുവെങ്കിൽ കുറെ കൂടെ കഴിവുറ്റവരെ ഏൽപ്പിക്കുന്നതല്ലേ നല്ലത്. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കളഞ്ഞിട്ട് പോടേ എന്ന് പറയുന്നതാണ് ഇപ്പൊ ഉചിതം. നമ്മൾ നാടൻ ഭാഷയിൽ പറയില്ല, ഒന്നിനും കൊള്ളാത്തവനോട് കളഞ്ഞിട്ട് പോടേ എന്ന് പറയുന്ന പോലെ സർക്കാരിനോട് നമുക്ക് പറയേണ്ടി വരികയാണ്. ഇവിടെ വളരെ സ്പഷ്ടമായ ഒരു കാര്യം, അയ്യപ്പന്മാരെ പിന്നെ പടി കയറ്റി വിടേണ്ടുന്ന പോലീസുകാരിൽ പലരും ഡ്യൂട്ടിക്കില്ല. വലിയ ഇടിയും അതിൽ സംഭവിച്ചിട്ടുണ്ട്. അവർ പറക്കും തളികയ്ക്ക് കാവൽ പോലീസായിട്ട് പോയിരിക്കുകയാണെന്നാണ് കേട്ടത്. ഇങ്ങനെ അങ്ങേയറ്റത്ത് അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന, അതായത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ടെന്ന് മോങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിന് ആകെ കിട്ടുന്ന വലിയൊരു റവന്യൂ ആണ് ശബരിമലയിലത്. അതുപോലും വാങ്ങിയെടുക്കാനും ഭക്തർക്ക് സൗകര്യം ഒരുക്കാനും കഴിയാത്ത കെടുകാര്യസ്ഥതയുടെ മൂർത്തിമത് ഭാവമായിട്ട് പിണറായി വിജയനും നമ്മുടെ PVയും അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളും മാറിയിരിക്കുകയാണ്. അപ്പൊ ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ജയലളിത ഭരിച്ചിരുന്ന കാലത്ത് ഇതുപോലെ ശബരിമലയിൽ ചില വിഷയങ്ങൾ ഉണ്ടായ സമയത്ത്, മുല്ലപ്പെരിയാറിന്റെ ഒക്കെ ആ വിഷയം നടക്കുന്ന സമയത്ത് അവര് തിരുവണ്ണാമലൈ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഏറ്റവും പ്രസിദ്ധമായ ശിവലിംഗമായി അറിയപ്പെടുന്ന ആ ഗിരി, ആ അരുണാചലത്തിന് ചുറ്റും വളരെ സൗകര്യങ്ങൾ ഒരുക്കുകയും അവിടെ ഗിരിവലം ചെയ്യാനുള്ള പൗർണമിക്കുള്ള പാത ഒരുക്കുകയും മറ്റും ചെയ്തിട്ട് കുറെ അധികം ഭക്തന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് കേരളത്തിലേക്ക് പോകുന്നത്, എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഗിരിവലം ചെയ്യുവാനുണ്ട്. ഏറ്റവും പ്രസിദ്ധമായ ഉത്സവമാണ് ഇതേ മാസത്തിൽ വരുന്ന, ഈ മണ്ഡലകാലത്തോടനുബന്ധിച്ച് തന്നെ വരുന്ന ഉത്സവമാണ് കാർത്തിക ദീപം തിരുവണ്ണാമലയിൽ. അപ്പൊ കാർത്തിക ദീപത്തിന് കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ വേണ്ടി തമിഴ്നാട് സർക്കാർ ജയലളിതയുടെ കാലത്ത് അവിടെ പകരം ബദൽ സംവിധാനങ്ങളും വലിയ വലിയ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. അങ്ങനെ കുറെ ഭക്തന്മാര് ആ സീസണിൽ ശബരിമലയിൽ വരാതെ അവിടെ ഗിരിവലം ചെയ്യാൻ പോയതായിട്ട് എന്റെ അറിവിലുണ്ട്. ഇത് തമിഴ്നാട് സർക്കാരിന് അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് പറ്റുന്ന ഒരു വലിയ വൈതരണിയാണ്. അവർക്ക് അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ജീവന്റെ ജീവനാണ്. ആ അയ്യപ്പന്റെ, നമുക്കറിയാലോ, നമ്മുടെ മകനെ നമുക്ക് കാണണം, പക്ഷെ മകൻ ബോർഡിംഗ് സ്കൂളിലാണ് എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഇപ്പൊ അവർക്ക്. അവരുടെ ഏറ്റവും കണ്ണിലുണ്ണിയായ അയ്യപ്പനെ കാണണം, പക്ഷെ അയ്യപ്പൻ ഇരിക്കുന്നത് ദുഷ്ടന്മാരുടെ കയ്യിലാണ്. യാതൊരു തരത്തിലും ഭക്തിയില്ലാത്ത, പണം മാത്രം കണ്ണുവെക്കുന്ന കഴുകന്മാരുടെ കയ്യിലാണ് അയ്യപ്പന്റെ വിഗ്രഹം ഇരിക്കുന്നത് എന്ന് വൈതരണി അവരനുഭവിക്കുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ കർണാടകത്തിൽ നിന്നും നേപ്പാളിൽ നിന്ന് വരെ നടന്നു വരുന്ന ആളുകളുണ്ട് ഇവിടെ അയ്യപ്പനെ കാണാൻ. ഇതുപോലെ ത്യാഗനിർഭരമായ വ്രതമെടുത്ത് ഒരു ദേവനെ കാണാൻ ഒരു മതത്തിലും ഇല്ലെന്ന് മാത്രമല്ല, ഹിന്ദുമതത്തിനകത്ത് മറ്റൊരു ദേവസ്ഥാനത്തും ഇല്ലാത്ത അത്രയ്ക്ക് ഭക്തിയും ത്യാഗവും അനുഭവിക്കുന്ന ഭക്തരാണ്. ഓൾറെഡി അവർ കല്ലും മുള്ളും താണ്ടി വരുന്നവരാണ്. ഇവിടെ ഇവര് പറയാണ്, നിങ്ങൾ കല്ലും മുള്ളും താണ്ടാൻ റെഡിയാണല്ലേ, എന്നാലും 16 മണിക്കൂർ അവിടെ കെടാ എന്ന് പറയാണ്. ഇപ്പൊ ക്രൂരതയ്ക്ക് മേലെ ക്രൂരത ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം ഈ സർക്കാർ മനസ്സിലാക്കുന്നില്ല. അതായത് അൺലൈക്ക് അതർ ടെമ്പിൾസ്, മറ്റ് ക്ഷേത്രങ്ങളിലേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ അയ്യപ്പന്റെ ക്ഷേത്രത്തിലെ പ്രത്യേകത, അവിടെ അയ്യപ്പൻ തന്നെയാണ് ഓരോ രൂപത്തിലും ഓരോ നാട്ടിൽ നിന്ന് വരുന്നത്. മാലയിട്ട് കഴിഞ്ഞാൽ ആ വ്യക്തി സാക്ഷാൽ അയ്യപ്പ സ്വാമിയാണ്. അപ്പൊ നമ്മൾ അക്ഷരാർത്ഥത്തിൽ പൂട്ടിയിട്ടിരുന്നത് ആരെയാണ്? മാളികപ്പുറം ദേവിയെയും അയ്യപ്പ സ്വാമിയും തന്നെയാണ് 16 മണിക്കൂർ കേരള സർക്കാർ ദേവസ്വം ബോർഡ് പൂട്ടിയിട്ടിരുന്നത്. ഈ കൃത്രിമമായ തിരക്കുണ്ടാക്കിയത് എനിക്ക് ആദ്യമേ സംശയമുള്ള കാര്യമാണ്. ഒരു പ്രത്യേക സ്ഥലത്ത് തടഞ്ഞു വെക്കുക, നിലയ്ക്കൽ നിന്ന് വാഹനം വിടാതിരിക്കുക, അതായത് ക്ഷേത്ര ദർശനത്തിന് വരുന്ന ആളുകൾക്ക് പരമാവധി പീഡ ഏൽപ്പിച്ചിട്ട് അവരിനി വരാതിരിക്കട്ടെ എന്നതാണോ? അതോ ഇനി അവർ വരണമെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ വനഭൂമി കിട്ടണം, കേന്ദ്ര സർക്കാർ അനുവദിക്കണം, എയർപോർട്ട് അനുവദിക്കണം, 365 ദിവസവും ഇത് തുറന്നിട്ടിട്ട് കൂടുതൽ ഭക്തന്മാർ വരട്ടെ, സ്പിരിച്വൽ ടൂറിസം നടക്കട്ടെ, അങ്ങനെ പണം ഉണ്ടാവട്ടെ എന്നതാണോ ചിന്ത? അത്തരമൊരു സ്വാർത്ഥ ചിന്ത ഇതിന്റെ പിന്നിൽ ഉണ്ടെങ്കിൽ ഒരു സാധാരണ അയ്യപ്പ ഭക്തനെ നൽകി എനിക്ക് പറയാനുള്ളത്, ആ പദ്ധതി പാളിപ്പോവുകയും ഭാവിയിൽ കേരള സർക്കാരിന്റെ നിയന്ത്രണത്തിൽ തന്നെ ഇത് പൊയ്പോവാനും സാധ്യതയുണ്ട്. ഇപ്പൊ ഏതായാലും ഗവർണറെ തല്ലാൻ നടക്കുന്നുണ്ട്,
മിക്കവാറും ഭരണം പോലും പോകുന്നൊരവസ്ഥയാണ്. വിഡ്ഢികളെ പറഞ്ഞയച്ചിട്ട് ഗവർണറെ വഴിയിട്ട് ആക്രമിക്കാൻ നോക്കുന്ന ആളുകളാണ്. അപ്പൊ അവർ അയ്യപ്പ ഭക്തരെ വില വെക്കുമോ? ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന, വലിയ സ്ഥാനത്തിരിക്കുന്ന ഗവർണറോട് പോലും പുച്ഛമുള്ള ഒരു സർക്കാർ പാവപ്പെട്ട അയ്യപ്പ ഭക്തന്മാരോട് എന്തെങ്കിലും കാരുണ്യം കാണിക്കുമെന്ന് നിങ്ങളോ ഞാനോ കരുതുകയില്ലല്ലോ. അപ്പൊ ഇതിന് വളരെ കൃത്യമായ ഒരു ആസൂത്രണമുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഒരു സ്പിരിച്വൽ ടൂറിസത്തിലേക്ക് മെല്ലെ മെല്ലെ ശബരിമലയെ നീക്കാനും അടുത്ത തവണയാകുമ്പോഴേക്കും മികച്ച സൗകര്യങ്ങൾ എന്ന പേരിൽ അനാവശ്യ വികസനങ്ങൾ കൊണ്ടുവരികയും പണം അടിച്ചു മാറ്റുകയും, നമുക്കറിയാലോ അവിടെ പടിക്കെട്ടുകൾ, പമ്പ തുളുമ്പി വരാതിരിക്കാൻ പടിക്കെട്ട് കെട്ടിയിട്ട് പാർലേജി ബിസ്ക്കറ്റ് പോലെയാണ് ആ പടിക്കെട്ടുകൾ ഒഴുകിപ്പോയത്. അത്ര കെടുകാര്യസ്ഥതയും വികസനത്തിന്റെ അടിസ്ഥാന വിവരം പോലും ഇല്ലാത്തവരാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രത്യാശിക്കാം ഈ സർക്കാരിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് ശബരിമല എത്രയും പെട്ടെന്ന് മോചിപ്പിക്കോട് മാത്രമേ ഉള്ളൂ. അതായത് റിലീസ് ശബരിമല ഫ്രം ദീസ് ഡാർക്ക് ഫോഴ്സസ്. ഈ ദുഷ്ടശക്തികളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടില്ലെങ്കിൽ അയ്യപ്പന്മാർക്ക് ദുരിതം കൂടിക്കൂടി വരികയുള്ളൂ എന്നാണ് എൻ്റെ ഒരു ചിന്താഗതി. യെസ്, വക്കീലെ, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് തിരക്ക് കുറവാണ്, ഭക്തജനങ്ങളുടെ തിരക്ക് കുറവാണ് എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെയാണ്. അങ്ങനെ ഭക്തജനങ്ങളുടെ തിരക്ക് കുറവാണെങ്കിൽ ദർശന സൗകര്യം എങ്ങനെ കുറഞ്ഞു? അതിന് മറുപടി പറയേണ്ടത് ദേവസ്വം ബോർഡും അതുപോലെ ദേവസ്വം മന്ത്രിയും ഒക്കെയല്ലേ. എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ വിദ്യാസാഗർ ഗുരുമൂർത്തിയെ പോലുള്ളവർ സ്വാഭാവികമായും കൃത്രിമ തിരക്കുണ്ടാക്കിയതാണോ എന്ന് സംശയിക്കുന്നു. അതിന് മറുപടി പറയേണ്ടതല്ലേ? അല്ല, ഇത് ഇപ്പോൾ അതിന് മാത്രമൊന്നുമല്ലല്ലോ അനിൽ നമ്പ്യാർ മറുപടി പറയേണ്ടത്. അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും മറുപടിയൊക്കെ പറയണം. അതെ. പക്ഷേ ആ മറുപടി ലഭിക്കേണ്ടുന്ന കാര്യങ്ങളുടെ ചോദ്യങ്ങൾക്ക് യുക്തിസഹമായൊരു ചോദ്യങ്ങളായിരിക്കുകയും വേണമല്ലോ. എങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി നൽകേണ്ടത് എന്നത് വ്യക്തമായി നമുക്ക് ആലോചിക്കാവുന്ന ഒരു വിഷയം മാത്രമേ ഉള്ളൂ ശ്രീ അനിൽ നമ്പ്യാർ. കാരണം വേറൊന്നുമല്ല, ഇവിടെ ഈ തവണ 2-3 മൾട്ടി ഫേസഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും പ്രശ്നങ്ങളുമാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. ഈ കൃത്രിമമായ ഒരു തിരക്ക് ആണ് ഉണ്ടായതെങ്കിൽ, തിരക്കുണ്ടായി എന്നുള്ളതൊരു സത്യമാണ്. ആ കൃത്രിമമായ ഒരു തിരക്കുണ്ടാക്കുന്നതാണെങ്കിൽ അത് ഏത് രൂപത്തിലാണ് ഉണ്ടായത്, എങ്ങനെയാണ് ഉണ്ടായത്, അത് ആലോചിക്കേണ്ടുന്ന അവസരത്തിൽ നമുക്ക് ഇതൊന്നും ഒരു മനുഷ്യ ജീവിതത്തിനും മനുഷ്യന്മാരും തന്നെയാണല്ലോ അവിടെ ഉള്ളത്. അവിടെ പ്രത്യേകിച്ചൊരു ഗ്യാസ് പ്രഷർ ഒന്നും ഉണ്ടാക്കി കൊടുത്ത് അവിടെ കോൺസെൻട്രേഷൻ ക്യാമ്പ് എടുക്കാനൊന്നും കഴിയില്ല. അവിടെ ആളുകൾ നിൽക്കുകയാണ്. എന്താണ് ഈ പറയുന്ന ഓരോന്നും CCTV ക്യാമറകളിൽ കാണാം. എവിടെയെങ്കിലും തടഞ്ഞപ്പെട്ടിട്ടുണ്ട്, തടഞ്ഞിട്ടുള്ളത് അനാവശ്യമായും നേരത്തെ പ്രഖ്യാപിക്കപ്പെടാത്തതുമായ പ്രദേശങ്ങളിലാണോ തടയപ്പെട്ടിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധനയിലൂടെ കണ്ടെത്താവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. ഇപ്പം ഇതിനകത്ത് ആരെങ്കിലും കാണുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനേക്കാൾ വിഭിന്നമായ ഒരു പ്രശ്നമാണ് ഞാൻ ഈ കാര്യത്തിൽ കാണുന്നത്. ഇപ്പോൾ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോഴും കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴും എനിക്ക് തോന്നുന്നത് ഇവിടെ ഭക്തജനങ്ങൾ കുറഞ്ഞത്, എൻ്റെ അഭിപ്രായത്തിൽ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ, തമിഴ്നാട്ടിലെ ഫ്ലഡ് കൊണ്ടോ അല്ലെ ആന്ധ്രയിലെ ഇലക്ഷൻ കൊണ്ടോ മാത്രമല്ല, മറിച്ച് ഈ പ്രചരണങ്ങൾ കൊണ്ട് തന്നെയാണ്. മാധ്യമങ്ങളുടെ പ്രചരണം ശ്വാസം മുട്ടിക്കുന്ന അവസ്ഥയാണ്. 18 മണിക്കൂർ ക്യൂ നിൽക്കുകയാണ് തുടങ്ങിയിട്ടുള്ള പ്രചരണങ്ങളിലൂടെ ഭക്തജനങ്ങൾ അവരുടെ അയ്യപ്പ ദർശനത്തിലേക്കുള്ള യാത്രകൾ മാറ്റിവെക്കുകയോ വേണ്ടെന്ന് വെക്കുകയോ മറ്റൊരു ദിവസത്തേക്ക് മാറ്റുകയോ മറ്റൊരവസരത്തിലേക്ക് മാറ്റുകയോ ഒക്കെ ചെയ്തതുകൊണ്ട് കൂടെ ഇത്തരം പ്രചരണങ്ങളുടെ അനന്തരഫലമായിക്കൂടെ ഈ അയ്യപ്പ ഭക്തന്മാരുടെ കുറവിന് കാരണമാകുന്നത്. സ്വാഭാവികമായും ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ താങ്കൾ ഇടതുമുന്നണിയിൽ ഏറ്റവും സെൻസിബിൾ ആയിട്ടുള്ള ഒരാളാണ്, ഇടതുമുന്നണിയുടെ വക്താവാണ്, ഏറ്റവും സെൻസിബിളായിട്ട് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരാളാണ്. ഒരിക്കലും മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തരുത്. അവിടെ തിരക്ക് കൂടിയത്, തിരക്ക് വർദ്ധിച്ചത്, അഭൂതപൂർവമായ തിരക്ക് ഉണ്ടായത് ഞങ്ങളെപ്പോലുള്ളവർ അത് ഈ ലോകത്തെ അറിയിക്കേണ്ടതാണോ? തിരക്കുണ്ടായത് അറിയിക്കണ്ട എന്ന് ഞാൻ ഒരിക്കലും പറയാനുമില്ല. പക്ഷെ തിരക്കുണ്ടായിരുന്ന ആ ഒരു 2-3 ദിവസത്തിൻ്റെ കാര്യത്തിൽ
അതിങ്ങനെ പെരുപ്പിച്ച് കാണിച്ച് ജനങ്ങൾ അവിടത്തേക്ക് വരുന്നതിന്, അല്ലെങ്കിൽ അയ്യപ്പ ഭക്തന്മാർ അവിടത്തേക്ക് വരുന്നതിന് ഒരു തടസ്സം, അല്ലെങ്കിൽ ഒരു മനസ്സിന് മറ്റൊരു ദിവസത്തേക്കാക്കാം എന്ന തോന്നൽ അയ്യപ്പ ഭക്തന്മാരിൽ ഉണ്ടായാൽ അവരെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. ഞാൻ ഈ കാര്യത്തിൽ കാണുന്ന ഒരു വിഷയം മറ്റൊന്നുമല്ല, ഇവിടെ എവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്ന് നോക്കി അവിടെ ആളുകളുടെ കുറവുണ്ട്. എൻ്റെ അടുത്ത് ഇപ്പോൾ അതിൻ്റെ കണക്കുണ്ടായിരുന്നു, പക്ഷെ നോക്കി വായിക്കാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. അതില്ലാത്തത് കൊണ്ട്, അത് പറ്റാത്തത് കൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. ഒരൊറ്റ വസ്തുത മാത്രമേ നമ്മുടെ മുമ്പിൽ അതിനകത്ത് എടുക്കേണ്ടുന്നതുള്ളൂ. ഇവിടെ ഈ ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ശ്രീ ഗുരുമൂർത്തി പറയുന്നത് അതുവഴി എയർപോർട്ടിനുള്ള അനുവാദം വാങ്ങിച്ചെടുക്കുക, അതുവഴി വനത്തിൻ്റെ സ്ഥലം കൈവശപ്പെടുത്തിയെടുക്കുക തുടങ്ങിയിട്ടുള്ള അതാണെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിക്കരുത് എന്ന് എനിക്ക് അപേക്ഷിക്കാനുണ്ടത്. എനിക്ക് അങ്ങനെയൊന്നും ആലോചിക്കരുത്. അതല്ല പ്രശ്നം. ഇവിടെ ധാരാളം ജനങ്ങൾ ഈ പറയുന്ന നേപ്പാൾ അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നും നടന്നും അല്ലാതെയും വരുന്നെത്തിച്ചേരുന്ന ആളുകൾക്ക് നമ്മളുടെ നാട്ടിൽ സൗകര്യപ്പെടുത്തി കൊടുക്കുന്നതിന്, അവരുടെ യാത്രാ സൗകര്യങ്ങളും അവരുടെ ദർശന സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും, ഉണ്ടായിട്ടുണ്ട്, അത് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആ തിരക്ക് അനുഭവപ്പെടുന്നില്ല. ഇന്നലെ എൻ്റെ ഒരു സ്നേഹിതൻ പോയി വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അരവണ പായസം ഇവിടെ കൊണ്ടുതന്നിട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ടും അവർക്കുണ്ടായിട്ടില്ല എന്നവർ വ്യക്തമായി എൻ്റെ അടുത്ത് തന്നെ നേരിട്ട് പറയുകയും ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ സ്ഥിരമായി ഈ ഒരു വിഷയം തന്നെ എടുത്ത് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു വിഷയത്തിലേക്ക് കടക്കുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ വിഷയത്തെക്കുറിച്ച് ആലോചിച്ചു പോയാൽ എന്നെ അനിൽ നമ്പ്യാർ കുറ്റപ്പെടുത്തരുത്. യെസ്, ഞാൻ ആദ്യ ഇടവേളയിലേക്ക് പോവാണ്, ഉടൻ തിരിച്ചു വരാം. ശ്രീ കൃഷ്ണകുമാർ, വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയാണ് എന്ന് പറയുന്നു. പോലീസുകാർ അവരുടെ ഷിഫ്റ്റ് ചേഞ്ചിങ്ങിലുണ്ടായിട്ടുള്ള പ്രശ്നമാണ് എന്ന് പറയുന്നു. നിരവധി കാരണങ്ങൾ നിരത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും വ്യക്തമായിട്ടില്ല എന്തിനാണ് ഈ നിലയ്ക്കലിൽ KSRTC ബസ്സിൽ മണിക്കൂറുകളോളം അയ്യപ്പന്മാരെ കുത്തി നിറച്ച് ഇരുത്തിയത്, എന്തുകൊണ്ട് വിട്ടില്ല തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരം ലഭിച്ചിട്ടില്ല. ദേവസ്വം മന്ത്രി നവകേരള സദസ്സിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ പരാതിയും അതുപോലെ പരിദേവനങ്ങളൊക്കെ കണ്ട് അദ്ദേഹം ഇറങ്ങി വന്ന് നിലയ്ക്കലിൽ പോലീസുകാരോട് കയർത്ത് സംസാരിക്കുകയും ചെയ്തു. എന്തിനാണ് നിങ്ങൾ ബസ് തടഞ്ഞ് വെച്ചത്? പിന്നെ അദ്ദേഹം വന്നതിന് ശേഷമാണ് ബസ് വിട്ടു തുടങ്ങിയത്. അപ്പോൾ ഇപ്പോഴും മനസ്സിലാവുന്നില്ല എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തിരക്ക് ഉണ്ടായി. അത് മനഃപൂർവ്വം സൃഷ്ടിച്ചതാണോ? ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം കിട്ടുന്നില്ല. ഇന്ന് ജുഡീഷ്യൽ അന്വേഷണം ഇക്കാര്യത്തിൽ പ്രഖ്യാപിക്കണമെന്ന ആവശ്യം പോലും ഉയർന്നിട്ടുണ്ട്. വേണം, ഗുരുതരമാണ് കാര്യങ്ങൾ. വളരെ ഗൗരവതരമായിട്ട് ഇക്കാര്യത്തിൽ പരിശോധന നടത്തേണ്ടതുണ്ട്. ആരാണ് ഇതിന് പിന്നിൽ? നേരത്തെ വിദ്യാസാഗർ ഗുരുമൂർത്തി ചൂണ്ടിക്കാണിച്ചതുപോലെ ആരാണ് ഇത്തരത്തിൽ ആജ്ഞാപിച്ചത് ബസ്സുകൾ തടഞ്ഞു വെക്കണം? ഇതിനെല്ലാം വ്യക്തമായ ഉത്തരം കണ്ടെത്തേണ്ടതല്ലേ? ഇപ്പോഴ് നമ്മൾ ഈ അഭൂതപൂർവമായിട്ടുള്ള ആ തിരക്ക് നമ്മളെല്ലാവരും നേരിട്ട് കണ്ടതാണ്. ചില സമയത്ത് തിരക്ക് വളരെ കൂടുതലായിരിക്കും, ചില സമയത്ത് കുറയുന്നു. ചില വിശേഷ ദിവസങ്ങളിൽ ചില ഹോളിഡേയ്സ് അടുപ്പിച്ച് വരുമ്പോൾ ആളുകളുടെ സൗകര്യത്തിന്, ജോലിക്കാരൊക്കെ ഉള്ളപ്പോൾ അവർക്ക് വരാനുള്ള സൗകര്യം അതൊക്കെ. ഇപ്പോൾ നമ്മുടെ മനസ്സിൽ വേണ്ട ഒരു സംഗതി, ഒന്ന് മറ്റുള്ള ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ ഗുരുവായൂരൊക്കെ ആണെങ്കിൽ വിശേഷ ദിവസങ്ങളിൽ ആൾക്കാർ കൂടുമെങ്കിൽ ഇതുപോലൊരു ഫ്ലോ ഉള്ളത് ഈ 41 ദിവസമുള്ള ഈ എക്സ്ട്രാ ഫ്ലോ ഉണ്ടാകുന്നത് ശബരിമലയിലാണ്. അത് ഒരു വർഷം വ്രതാനുഷ്ഠാനം കഴിഞ്ഞ് അയ്യപ്പ ദർശനം കഴിഞ്ഞിട്ട് അടുത്ത വർഷം ആവാൻ വേണ്ടിയിട്ട് ആളുകൾ കാത്തിരിക്കുകയാണ്. ഇന്ന് പണ്ടൊക്കെ ഇടക്കാലത്ത് ഈ ചെറുപ്പക്കാർക്കൊരു വിമുഖതയുണ്ടായിരുന്നു. നമ്മളിപ്പോൾ കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, BJP എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാർ പോവില്ല, ശബരിമലയിൽ പോവില്ല, കോൺഗ്രസ്സുകാർ പോവില്ല, അങ്ങനെ ചില ആൾക്കാർ പോവില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ആ സീസണാവുന്ന സമയത്ത് എല്ലാവരും പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു കറക്ഷണൽ ഒരു ടൈമാണ്, കറക്ഷനുള്ളൊരു സമയം. ഈ മയക്കുമരുന്ന്, മദ്യം ഇതൊക്കെ ഇഷ്ടംപോലെ ലഭ്യമാണല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പിടിയിലകപ്പെട്ട ആൾക്കാർക്ക് ഒരു റിലീഫ്, നല്ലൊരു അവസരം. സ്വാഭാവികമായിട്ടും നമ്മൾ മനുഷ്യരാണല്ലോ,
അത് പ്രയോജനപ്പെടുത്താനായിട്ടുള്ള ഈശ്വരവിശ്വാസം എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ അവർ ഒരു ഈശ്വരവിശ്വാസികളായിട്ട് അതിൻ്റെ മുമ്പിലേക്ക് പോകുന്നു. ഒരു റഷ് അവിടെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഈ വ്രതത്തിൻ്റെ കാഠിന്യം, നമ്മളിപ്പോൾ ഒരു അത്ലറ്റ് ഒരു സ്പോർട്സിന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ആ സ്പോർട്സിൻ്റെ പ്രാക്ടീസിന് ത്രൂ പ്രീ സീസൺ, ഓഫ് സീസൺ, പ്രീ സീസൺ, കോമ്പറ്റീഷൻ സീസണിലെല്ലാം തന്നെ അവർ വളരെ ചിട്ടയായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് ഒരു അത്ലറ്റിന് ആരോഗ്യം ഉണ്ടാകുന്നത്. അവർക്ക് ഇൻ്റർനാഷണൽ മീറ്റുകളിൽ പങ്കെടുക്കാനും അതേസമയം ഫൈനലായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ അവരപ്പോൾ എത്ര എഫർട്ടാണ് അതിൻ്റെ പുറകിൽ, എത്ര മനസ്സാണ് അവർ ഡിവോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ പല രീതിയിലുള്ള നമ്മുടെ വൈകല്യങ്ങൾ അതെല്ലാം മാറ്റിവെച്ച് കഴിഞ്ഞിട്ട് മനസ്സിന് സമാധാനം കിട്ടണം, സംതൃപ്തി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിഷ്ഠകൾ ആവശ്യമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഏത് പാർട്ടിയിലും പെട്ട ആൾക്കാർക്ക് അറിയാം. ഇപ്പോൾ കള്ളു കുടിച്ചിട്ട് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വീട്ടിൽ വന്ന് ഒരുത്തം പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് അവൻ ചെയ്തത് ശരിയാണെന്ന് ന്യായീകരിക്കാൻ പറ്റുമോ? BJP-കാരനോ കോൺഗ്രസ്സുകാരനോ സാധിക്കില്ല. അപ്പോൾ അതുപോലെ തെറ്റും ശരിയും നമുക്കറിയാം. ഒരു മനഃശുദ്ധി, ശരീരശുദ്ധി, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും ഉള്ളതെന്ന് നമുക്കറിയാം. അപ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്ന എനിക്ക് സന്തോഷം എന്നെ ഇതിനകത്ത് വിളിച്ചത്. കാരണം ഞാൻ എല്ലായ്പ്പോഴും എല്ലാ വർഷവും ശബരിമലയിൽ പോകുന്ന ഒരാളല്ല. പക്ഷേ ഇടയ്ക്ക് പോകാറുണ്ട്. ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്ന സമയത്ത് ഭാഗ്യത്തിന് എല്ലാ സീസണുകളിലും സന്നിധാനത്തിൽ എനിക്ക് ഡ്യൂട്ടി ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. സന്നിധാനത്തിൽ SI ആയിരിക്കുമ്പോൾ, CA ആയിരിക്കുമ്പോൾ, അതുപോലെ പമ്പയിൽ 1-2 പ്രാവശ്യം നമുക്ക് ചെയ്യാനായിട്ടുള്ള അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ഉദ്യോഗസ്ഥന്മാരെ കണ്ടിട്ടുണ്ട്, മോശമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ കണ്ടിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ തരുണത്തിൽ നമ്മൾ അറിയേണ്ടതാണ്, ശബരിമലയിൽ നമുക്ക് തന്നെ ഒരു സർവീസ് ആവശ്യമുള്ള സ്ഥലമാണ്. ഇപ്പോൾ മലയാറ്റൂരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അപ്പോൾ മുസ്ലിം പള്ളികളിലാണെങ്കിലും അവിടെ മതപരമായിട്ടുള്ള ചടങ്ങുകൾക്ക് നമുക്ക് ആവശ്യമുള്ള സർവീസാണ് ആവശ്യം. അവിടെ നമ്മുടെ ധാർഷ്ട്യത്തിന് ഇതിനൊന്നുള്ളതില്ല. അവിടെ നമ്മൾ ആ ഒരു പള്ളിയിലാണെന്നുണ്ടെങ്കിൽ അതിലെല്ലാവരും ആ കമ്മിറ്റിക്കാരും മറ്റുള്ള ആൾക്കാരും അതുമായിട്ട് ബന്ധപ്പെട്ട സംഘടനകളെ അവരെ സഹകരിപ്പിച്ച് അതുപോലെ തന്നെയാണെങ്കിൽ ശബരിമലയിലാണെങ്കിൽ ചെയ്യേണ്ട സംഗതി. ഏറ്റവും വലിയൊരു ഞാനൊരു വ്യത്യാസം കണ്ടാണ്. ഞാൻ അന്ന് അവിടെ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് അന്ന് അവിടെ നിന്നൊരു വ്യത്യാസമായിട്ടുള്ള സംഗതി കണ്ടത്, അന്ന് എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരെ, ഇപ്പോൾ അയ്യപ്പ സേവാ സംഘം അതുപോലുള്ള സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ, അവരെ എല്ലാവരും മാക്സിമം സഹകരിപ്പിച്ചിട്ട് ഒറ്റ മനസ്സായിട്ടാണ് അവർ ഒരു പോലീസിംഗ് ഒക്കെ ഉണ്ട്, വേണ്ട സ്ഥലത്ത് പോലീസിൻ്റെ അച്ചടക്കം കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ട്. അതേസമയം തന്നെ ഒരേ മനസ്സായിട്ടാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ വലിയൊരു കുറവ് ഇത്തവണത്തെ ഈ ഒരു സീസണിൽ നമ്മൾ കണ്ടു തുടങ്ങി. നമ്മൾ പുല്ലുമേട്ടിലുണ്ടായ ദുരന്തം മറക്കരുത്. നമ്മൾ മറക്കരുത്. ഒരു 45ഓളം തൊഴിലാളികൾ നമ്മൾ ഖനിയിൽ പെട്ടും നമ്മളെത്ര നാട് മുഴുവൻ എത്ര വിഷമിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ രക്ഷിച്ച് കഴിഞ്ഞപ്പോൾ ആ സംതൃപ്തി അത് മതിയോ നമുക്ക്? അത് പോരാ നമുക്ക്. അപ്പോൾ ഇപ്പോഴും നമ്മൾ ഈ അയ്യപ്പന്മാരൊക്കെ വരുന്ന സമയത്ത് ഈ ബസ്സിൽ നിറച്ച് കൊണ്ടുപോകുമ്പോഴും അപ്പോൾ അവരുടെ ലക്ഷ്യം എന്താണ്? ഇത്രയും നാൾ ഒരു വർഷം കാത്തിരുന്ന് കഴിഞ്ഞിട്ട് 41 ദിവസം വ്രതം അനുഷ്ഠിച്ചിട്ട് ഒരു റഷാണ്, ദർശനം ആണ് അവരുടെ മുമ്പിലുള്ളത്. അപ്പോൾ എത്രയും ഭംഗിയായിട്ട് ദർശനം നടത്തി കഴിഞ്ഞിട്ട് എത്രയും വേഗം തിരിച്ച് വരണം, ആർക്കും വേറെ വീഴ്ചകളൊന്നും വരേണ്ട, വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടി വരണം. അതിന് വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു മനസ്സുമായിട്ട് വരുന്ന അയ്യപ്പന്മാരെ നമ്മളിങ്ങനെയല്ല ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. കുറച്ച് ദിവസത്തേക്കുള്ളതായിക്കോട്ടെ അല്ലെങ്കിൽ കുറേ നാളത്തേക്കുള്ളതായിക്കോട്ടെ, നമ്മൾ ബസ്സിൽ കുത്തി നിറയ്ക്കുകയാണ്. അത് അംഗീകരിച്ചേ തീരുള്ളൂ. അത് നല്ല പ്രാക്ടീസേ അല്ല. അത് SRTC ബസ്സുകളിൽ നമ്മൾ ഈ മാർക്കറ്റിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കളെല്ലാം മേടിച്ചിട്ട് കുത്തി നിറയ്ക്കുന്ന പോലെ നിറയ്ക്കുന്നു. ഇതൊക്കെ തുറന്നു പറയാനുള്ള മനസ്സ് നമ്മൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും നമുക്ക് ആവശ്യമാണ്. എനിക്കറിയാം, പണ്ട് ശബരിമലയിലെ സ്പെഷ്യൽ ഓഫീസർ ചാർജ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പരിചയസമ്പന്നരായിട്ടുള്ള റിട്ടയർ ചെയ്ത ആൾക്കാർ, ഒരു പ്രായമായിട്ട് മനുഷ്യണ്ടായിരുന്നു ഞങ്ങളുടെ ഉള്ള പൊക്കം കുറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, വിശംബരെന്ന് മറ്റാണെന്ന് തോന്നുന്നു. അവിടെ അഡ്മിനിസ്ട്രേഷനിലുണ്ടായിരുന്ന, എനിക്കറിയാം അദ്ദേഹത്തെ, ക്ലറിക്കൽ സ്റ്റാഫ് അതിനകത്താണ് അഡ്മിനിസ്ട്രേഷനിലുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ സേവനം എത്രയോ വർഷങ്ങളാണ് റിട്ടയർ ചെയ്തിട്ട് ആ സമയത്ത്. അദ്ദേഹത്തിൻ്റെ ഉപദേശമാണ് എല്ലാവരും കേട്ടിരുന്നത്. എല്ലാവരും സ്പെഷ്യൽ ഓഫീസർമാരും എല്ലാവരും കേട്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ ഉപദേശമാണ്. അവിടെ സേവനം നമ്മൾ കാണുന്നു. ഇപ്പം നമുക്ക് ചെറിയൊരു വ്യത്യാസം കാണുന്നത്, ധാർഷ്ട്യം കാണുന്നുണ്ട്. അതിനൊരു കാരണമുണ്ട്. നമ്മൾ പോലീസിൽ നമ്മൾ വില്ലിംഗ് ആയിട്ടുള്ള ആൾക്കാർ, ഇതുപോലത്തെ സ്ഥലങ്ങളിൽ വില്ലിംഗ് ആയിട്ടുള്ള ആൾക്കാർ, അപ്പോൾ നമ്മൾ എന്തിനാണ് നമ്മളെ ആൾക്കാരെ മാറ്റി നിർത്താമോ എന്ന് നമ്മൾ ചോദിക്കും. ഇവിടെ സേവനത്തിന് സന്നദ്ധരായിട്ടുള്ള ആൾക്കാർ വേണം. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ വളരെ കോഷ്യസും ആയിരിക്കണം.
കാരണം മനസ്സില്ലാത്ത ആൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലതും ഇപ്പം എന്താ തീവ്രവാദമൊക്കെ ഉള്ള സമയമാണ്. നമ്മളെന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് നമ്മൾ കാര്യമില്ല. ഈ ക്രൗഡ് നമ്മൾ പ്രോപ്പർ മാനേജ്മെൻറ്റ് ഉണ്ടായില്ലെങ്കിൽ കേരളത്തിനെ കാത്തിരിക്കുന്ന വലിയ വിപത്തുകളായിരിക്കാം. വന്നു കഴിയുമ്പോൾ നമ്മൾ ചാനൽ ചർച്ചയ്ക്ക് നമ്മളൊക്കെ ഇരിക്കും, ഇവിടെ നമ്മൾ ഇരിക്കും. കാലം എല്ലാം മുഴുവൻ ഉണക്കുന്നു നമ്മൾ പറയും. പക്ഷേ ആ കാലം മുറുക്കാത്ത ഉണികൾ നമ്മൾ ഉണ്ടാക്കും നമ്മൾ സൃഷ്ടിക്കലായിരിക്കും നടക്കുക. അപ്പോൾ പ്രധാനമായിട്ടുള്ള വൈകല്യം കണ്ടത് നമ്മൾ പ്രകടമായിട്ട് കണ്ടൊരു സംഗതിയാണ്. എത്ര ഫൂളിഷ്നെസ്സാണ് ആ 18-ാം പടി 2 സൈഡിൽ വലിയ 2 തൂണും ഇതും കൂടെ ഇത്രയും ആളുകൾ വരും. അത് നിസ്സാര സംഗതിയാണ്. വലിയൊരു തെറ്റാണെന്നുള്ളതാണ് ഞാൻ സാധാരണ ഒരു മനുഷ്യൻ, പോലീസ് എന്നുള്ളത് മാറ്റി വയ്ക്കാൻ നമുക്ക് ഏതൊരു മനുഷ്യനും കോമൺ സെൻസ് ഉള്ള ആൾക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഭംഗി കൂടി അവിടെ ഇല്ല. അയ്യപ്പ ഭക്തന്മാർക്ക് അസൗകര്യങ്ങളാണ് അവിടെ കൂടിയത്. അപ്പോൾ ഈ വക കാര്യങ്ങളിൽ തുറന്ന മനസ്സോട് സമീപിക്കണം. നമ്മളെല്ലാം ഏത് ആരാധനാലയങ്ങളിലെ ഉത്സവങ്ങളാവട്ടെ, അവിടെയുള്ള എല്ലാ വിഭാഗത്തിലെയും ആൾക്കാരെ അവരുടെ സേവന സന്നദ്ധത ഉപയോഗപ്പെടുത്തണം. പോലീസിനെ 10-15 പേരെ കൊണ്ട് ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനിൽ നമുക്ക് എല്ലാവരുടെയും കോപ്പറേഷൻ ഉണ്ടായിട്ടല്ലേ നമ്മൾ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യുന്നത്. അത് എല്ലാവരുടെയും ഏത് സംഘടനയാണെന്നുണ്ടെങ്കിലും വളരെ 2 ഗ്രൂപ്പ് തമ്മിൽ ഫാക്ഷൻസ് തമ്മിൽ കൺഫ്രണ്ടേഷൻ ഉണ്ടാകുമ്പോഴാണ് അവിടെ എല്ലാവരെയും വിശ്വാസത്തിലെടുത്തല്ലേ നമ്മളൊരു പ്രശ്നം നമ്മൾ തീർക്കുന്നത്. അപ്പോൾ സമൂഹത്തിലുള്ള എല്ലാവരുടെ ഏത് വിഭാഗത്തിലാണെങ്കിലും അവരെ വിശ്വാസത്തിലെടുക്കാൻ സാധിക്കണം. അത് സാധിക്കാത്തത് വലിയൊരു വീഴ്ചയാണ്. ഇത് ബാധിക്കുന്നത് നമ്മൾ ഏത് ഗവൺമെൻറ്റിനെ എന്നുള്ളതല്ല. അത് ഗവൺമെൻറ് വൈകല്യങ്ങളോ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ ഉപരി ഇത് ബാധിക്കാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വരുന്ന തലമുറയാണ്. കാരണം ഏത് വ്രതാനുഷ്ഠാനമാണെങ്കിലും അത് നമ്മുടെ വീടുകളിലെ വരുത്തുന്ന തലമുറയിലേക്ക് സാംസ്കാരികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ മുസ്ലിം സഹോദരന്മാരുടെ അവരുടെ പെരുന്നാൾ സമയത്തുള്ള നോമ്പാണെങ്കിലും, ക്രിസ്ത്യൻ അവരുടെ നോമ്പാണെങ്കിലും, ഹിന്ദുക്കളുടെ ആചാരാനുഷ്ഠാനങ്ങളാണെങ്കിലും അതൊക്കെ ക്വാളിറ്റേറ്റീവായിട്ടുള്ള ചേഞ്ച് ഉണ്ട്. ആര് പറഞ്ഞു കൊടുക്കാനുണ്ടെന്ന് സാംസ്കാരികമായിട്ടുള്ള ഈ കാര്യങ്ങൾ ഈ ആചാരാനുഷ്ഠാനങ്ങളിൽ കൂടെയാണ് ഇത് വരുന്നത്. നമ്മൾ രാഷ്ട്രീയം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ മിക്കവാറും കാണുന്നത് സെൽഫിഷ്നെസ്സാണ് കൂടുതൽ വരുന്നത്. അത് അംഗീകരിച്ചേ നമ്മൾ തീരുള്ളൂ. അതുകൊണ്ടാണ് എന്നും പ്രശ്നങ്ങൾ, എന്നൊന്നും നമുക്ക് കൊലപാതകങ്ങൾ, ബലാത്സംഗങ്ങൾ, അതുപോലെ പോക്സോ കേസുകൾ അതുപോലെ പല കാര്യങ്ങൾ ഇവിടെ നമ്മൾ പറഞ്ഞാൽ അത് രാഷ്ട്രീയമായിട്ട് അത് മാറും. അപ്പോൾ അതിന് താല്പര്യമില്ല. അപ്പോഴേ പ്രധാനമായിട്ട് ഞാൻ കണ്ട വൈകല്യം ഒന്ന്, ആദ്യം ചെയ്ത ഏറ്റവും വലിയ അതെങ്ങനെ നമ്മൾ സഹിച്ചു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വിവിധ ഇതിനകത്തുപെട്ട ഭക്തന്മാരാണെങ്കിലും പൊളിറ്റീഷ്യനാണെങ്കിലും ആരാണെങ്കിലും ആ സ്തൂപം ചെയ്തത് തെറ്റാണ് എന്നുള്ളത് അത് ശരിക്കും റിമൂവ് ചെയ്യേണ്ടതാണ്. ഇറ്റ് ഹാസ് ടു ബി റിമൂവ് ഫ്രം ദെയർ. കാരണം അത് വലിയൊരു ഇംപെഡിമെൻ്റ് ആണ് അവിടെ. ഈ ഭക്തന്മാർ വരുന്നതിന് വലിയൊരു തടസ്സമാണ്. എന്തൊരു തിക്കും തിരക്കുമാണ് അവിടെ. പോലീസുകാർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ വളരെ അവിടെ കൃത്യമായിട്ട് ഒരു നിമിഷം താങ്കളുടെ ശബ്ദം കേൾക്കുന്നില്ല ശ്രീ കൃഷ്ണകുമാർ. ഞാൻ താങ്കളിലേക്ക് വരാം. വിദ്യാസാഗർ ഗുരുമൂർത്തി, ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരു സ്വാമി ഫാം ഓടി നടക്കുകയാണ്, കണ്ടോ താങ്കളത്? പമ്പയിലെ സ്വാമി ഫാം, കോഴി ഫാം അല്ല. അവിടെ വിരിവെക്കാൻ ഒരാളിൽ നിന്ന് 60 രൂപ വാങ്ങി അവിടെ ഈ തകര ഷെഡ് പണിത് കൊടുത്തിട്ടുണ്ട്. എന്ത് ദയനീയമാണ്. കോടാനുകോടി രൂപയാണ് വരുമാനം ലഭിക്കുന്നത്. പക്ഷേ അയ്യപ്പ ഭക്തർക്കുള്ള സൗകര്യം അത് ഒട്ടുമില്ല എന്നുള്ളതാണ്. നോക്കൂ, അത് കാണുമ്പോൾ തന്നെ സങ്കടം തോന്നുന്നു. അല്ല, ഞാൻ അതിലപ്പുറം മനസ്സിലാക്കുന്നത് അവിടെ അയ്യപ്പന്മാർക്ക് വേണ്ടിയിട്ട് ടോയ്ലറ്റുകൾ പണിത് കൊടുത്തിട്ടുണ്ട്. അത് കണ്ടിരുന്നോ? കണ്ടു. അതും കണ്ടു. അതായത് നമ്മുടെ വിശ്വരൂപം മുഴുവൻ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി അവിടെ പോയി ഇരുന്നാൽ മതി. അത്രയ്ക്കും മോശമാണ്. അതായത് ഈ സർക്കാരിനൊരു ഈസ്തെറ്റിക് സെൻസ് ഇല്ല, ഒന്നിനോടും ഡിവോഷൻ ഇല്ല. എന്തിന് സ്വന്തം പ്രത്യയശാസ്ത്രത്തോട്, അവരുടെ കമ്മ്യൂണിസത്തോട് അല്ലെങ്കിൽ അവരുടെ മാർക്സിസത്തോടൊരു പ്രതിപത്തിയോ വിശ്വാസവും പോലും അവർക്കില്ല. ഇതൊരു കച്ചവട അല്ലെങ്കിൽ എന്താ പറയാ, ഒരു കുറുക്ക് കമ്പനി എന്നൊക്കെ നമ്മൾ പറയും. ഉത്സവകാലത്ത് ഈ മുച്ചീട്ട് കളിക്കാറിറങ്ങും. എങ്ങനെയെങ്കിലും ആളുകളെ പറഞ്ഞ് പറ്റിച്ച് പണം കൈക്കലാക്കാം. മാക്സിമം മണി ഇൻ ദ മിനിമം പോസിബിൾ ടൈം. അത് കേനാപി എങ്ങനെയെങ്കിലും ആളുകളെ പറ്റിച്ച് പണം ഉണ്ടാക്കുക. നേരത്തെ കൃഷ്ണകുമാർ സാർ പറഞ്ഞപ്പോഴാണ് ഞാൻ അതിന്റെ കാര്യം ഓർത്തത്. തെലുങ്ക് പടത്തിലെ ഒരു സെറ്റ് പോലെ ഇട്ട് വെച്ചിരിക്കുകയാണ് 18-ാം പടി 2 സൈഡിലും ഇങ്ങനെ വലിയ ഒരു 2 സ്ട്രക്ചേഴ്സ്. അതിന് എന്തെങ്കിലും ഒരു സൗന്ദര്യം ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലൊന്നും ദർശിക്കുന്നില്ല. ഒരു ശില്പകലയോ കേരളത്തിന്റെ വാസ്തുവിദ്യയോട് ബന്ധപ്പെട്ടതോ ഒന്നുമല്ല. അത് എനിക്ക് തോന്നുന്നു മിക്കവാറും ഇവരാരോ പിന്നെ ഇവിടെ കുറച്ച് മിടുക്കന്മാരായ നേതാക്കന്മാരുണ്ടല്ലോ, അവരോട് ചോദിച്ചുണ്ടാക്കിയതായിരിക്കാം. തീരെ അതായത് ഒരു കേരളത്തിന്റെ ശില്പകലയെ എടുത്തു കാട്ടുന്ന ഒന്നായിരുന്നുവെങ്കിൽ പോലും നമ്മൾ അംഗീകരിച്ചേനെ.
എന്തോ ഒരു സ്ട്രക്ചർ അവിടെ എന്തോ രഹസ്യമായിട്ട് നടക്കുന്നു, അപ്പുറം അപ്പുറം മറച്ചു വെച്ച പോലെയാണ് നമുക്ക് തോന്നുന്നത്. വളരെ കഷ്ടമാണ്. മാത്രമല്ല ഇതിനു വേണ്ടി ഏതെങ്കിലും ഒരു വാസ്തു വിദഗ്ധനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിന്റെ തന്ത്രിയെയോ ബന്ധപ്പെട്ടോ എന്ന് പോലും നമുക്കറിയില്ല. ഇതൊക്കെ അവര് സ്വന്തം ഇഷ്ടപ്രകാരം മനസ്സിൽ തോന്നുന്നത് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഭക്തന്മാരിങ്ങനെ എങ്ങനെയായാലും വന്നുകൊള്ളും. അയ്യപ്പ സ്വാമിയുടെ ആകർഷണ ശക്തി കൊണ്ട് വർഷാവർഷം ഭക്തന്മാർ വന്നുകൊള്ളുമെന്ന ഉറപ്പ് കൊണ്ടായിരിക്കാം ഇങ്ങനെ ചെയ്യുന്നത്. കാരണം ഒരു കാര്യം ഞാൻ പറയാം, സൗകര്യങ്ങൾ കുറഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ വേണ്ടുന്ന പോലെ ദർശനം കിട്ടിയില്ല എന്ന അവസ്ഥ വന്നാൽ ഭക്തന്മാർ എന്തും സഹിക്കാൻ തയ്യാറാണ്. ശബരിമലയിലെ പോലെ ത്യാഗം സഹിച്ചു പോകുന്ന ഇടങ്ങൾ വേറെ ഇല്ല. എന്തും സഹിക്കാൻ തയ്യാറാണ്. പക്ഷെ അവർക്ക് ദർശനം, ഒരു നിമിഷത്തെ ദർശനം ഉറപ്പാക്കേണ്ടുന്ന ഡ്യൂട്ടി ആരുടേതാണ്? ആ ഒബ്ലിഗേഷൻ ആരുടെ മേലാണ്? അത് കേരള സർക്കാരിന്റെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ തലയിലാണുള്ളത്. അതിൽ അവർ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇതിലേറെ നാണക്കേട് വേറെ ഉണ്ടോ? എല്ലാവർക്കും അറ്റ്ലീസ്റ്റ് ഒരു സെക്കൻഡെങ്കിലും താന്താങ്ങൾ വിശ്വസിക്കുന്ന ആ ശ്രദ്ധാമൂർത്തിയുടെ മുഖമൊന്ന് കാണാൻ അവർ അനുവദിക്കാത്തത് വലിയ കഷ്ടമല്ലേ? അപ്പൊ ഇവിടെ നേരത്തെ അനിൽജി പറഞ്ഞതുപോലെ ഈ കക്കൂസ് ഉണ്ടാക്കാൻ അറിയാത്തവൻ തന്നെയാണ് ഇവിടെ ശില്പം പണിഞ്ഞ് രണ്ട് സൈഡിലും വെച്ചിരിക്കുന്നത്. രണ്ടും ഒരാൾ ചെയ്തായിരിക്കാണ് സാധ്യത. ഈ രണ്ട് കൺസ്ട്രക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരാളായിരിക്കും. കാരണം ഈസ്തെറ്റിക് സെൻസ്, സൗന്ദര്യ ബോധം എന്നത് അവന്റെ പറമ്പിലൂടെ പോയിട്ടില്ല. അങ്ങനെ ശബരിമലയെ എത്രത്തോളം വികൃതമാക്കാമോ, അതിഥികളെ എത്രത്തോളം അപമാനിക്കാമോ. ഞാൻ ചോദിക്കട്ടെ, ബംഗ്ലാദേശിൽ നിന്ന് കള്ളവണ്ടിയും കയറി ഇവിടെ വന്ന് കൊടും ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന ബംഗ്ലാദേശികളെ പോലും അതിഥി തൊഴിലാളികൾ എന്ന പേരിട്ടാണ് വിളിക്കുന്നത്. അവർക്ക് സൗകര്യങ്ങൾ കൊടുക്കുന്നു, അവരുടെ ക്ഷേമം അന്വേഷിക്കുന്നു പോലീസ്. എന്നാൽ ഭക്തിയോടുകൂടി അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന അയ്യപ്പന്മാരുടെ അവസ്ഥ എന്താണ്? വഴിനീളെയുള്ള ഭക്ഷണശാലകളിൽ അധികവും നോൺ വെജിറ്റേറിയൻ, അതായത് മാംസാഹാരം വിളമ്പുന്ന ആഹാരശാലകളാണ്. ശബരിമലയിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവിടെയുള്ള താൽക്കാലിക ആഹാര കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഹോട്ടലുകളുടെ അവസ്ഥ എന്താണ്? ശുചിത്വം ആ വഴിക്കെങ്ങാനും പോയിട്ടുണ്ടോ? മുമ്പ് ശ്രീ കെ ജയകുമാർ സാർ ഉണ്ടായിരുന്ന കാലത്ത് ഈ കാര്യങ്ങളൊക്കെ മികച്ച സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്ന് ഞാൻ അറിവ്. ഞാൻ നേരിട്ട് അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുമുണ്ട്. അത്തരത്തിലൊരു കമ്മിറ്റി ഇവിടെ രൂപപ്പെട്ടോ? ശബരിമല അയ്യപ്പന്മാർ വരുമ്പോൾ എന്തൊക്കെ സൗകര്യം കൊടുക്കണം, എവിടെയൊക്കെ ഹെൽത്ത് സർവീസസ് ഉണ്ടാവണം. ഏറ്റവും വലിയ തെറ്റ്, ഞാനൊരു കാര്യം പറയാം, നമുക്ക് അന്ധമായ സംഘപരിവാർ വിരോധം കൊണ്ട് എന്തും പറയാം. പക്ഷെ സംഘപരിവാറിന്റെ പ്രവർത്തകർ അല്ലെങ്കിൽ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ ചേർന്ന് അയ്യപ്പ സേവാ സംഘവും സമാജവും ഒക്കെ അവിടെ പ്രവർത്തിച്ചിരുന്ന സമയത്ത് ആഹാരത്തിനും വെള്ളത്തിനും മുട്ടില്ലായിരുന്നു. അപ്പൊ ഈ സർക്കാർ വന്നപ്പോൾ ആദ്യം ചെയ്തത് അങ്ങനെ RSSകാർ പേരെടുക്കണ്ട, അങ്ങനെ തട്ടി ഏതൊക്കെയോ ഒരു പരിചയമില്ലാത്ത MDMA ഉപയോഗിക്കുന്ന ആളുകളെയൊക്കെയാണ് അവിടെ വിളിച്ചുകൊണ്ടുവന്ന് തൽക്കാലം ജോലി കൊടുത്തിരിക്കുക. അവർക്ക് എന്ത് അയ്യപ്പൻ, എന്ത് ശിവൻ, എന്ത് വിഷ്ണു? ഭക്തിയില്ലാത്ത കുറെ പേർക്ക് എന്തൊക്കെയോ ഒരു ജോലി എന്ന കണക്കിന് കൊടുത്തിരിക്കുകയാണ്. സത്യത്തിൽ ഈ സർക്കാരിന്റെ കയ്യിൽ നിന്ന് ശബരിമല അടക്കമുള്ള മഹാക്ഷേത്രങ്ങൾ മുക്തമായില്ലെങ്കിൽ ഇവരവിടെ കാണിച്ചു കൂട്ടുന്ന അധമത്തരത്തിന് അറുതി ഉണ്ടാവില്ല. നമ്മൾ കഴിഞ്ഞ തവണ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞ കോഴിക്കോട് CPM നേതാവിന്റെ മകൻ, മുൻ MLAയുടെ മകൻ അവിടെ തമ്പടിച്ച് കിടക്കുകയാണ്. കൂടെ കുറച്ച് പേരുണ്ട്. അതെ, ഇതാ ഞാൻ പറഞ്ഞത്, എല്ലാ ക്ഷേത്രങ്ങളും ഇത്തരത്തിൽ ഈ അസുരപ്പട കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു കാര്യം പറയാം, ഈ സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള എന്തെങ്കിലും ഒരു സംവിധാനം അവിടെ വരുമോ എന്ന ഭയമാണ് ഇവർക്ക്. ഇത് ഞാൻ ചോദിക്കട്ടെ, അവിടെ അയ്യപ്പ സേവാ സമാജമോ അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ സംഘടനകളൊന്നും വോട്ട് ചോദിക്കാനല്ലല്ലോ അവിടെ പോകുന്നത്. ഈ ദൂരദിക്കിൽ നിന്ന് വരുന്ന അയ്യപ്പന്മാർ വിശക്കാതിരിക്കുക. കാരണം അവരെല്ലാവരും ആ സ്വാമി തന്നെയാണ്, ആ വിശ്വാസം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അവർ വിശക്കാതിരിക്കുക. സ്വാമി പാദം എന്നേ പറയുള്ളൂ. വഴി വിടുമ്പോൾ സ്വാമി പാദം കൊടുക്കാനാ പറയുന്നത്. എല്ലാവരും സ്വാമിയാണ്. അദ്വൈത ദർശനത്തിന്റെ, ലോകത്തെ ഏറ്റവും വലിയ യുക്തിസഹമായ സിദ്ധാന്തത്തിന്റെ അദ്വൈത ദർശനത്തിന്റെ പ്രായോഗികമായ ഒരു തലമാണ് ശബരിമലയിലുള്ളത്. ഇത് ചുക്കും മണ്ണാങ്കട്ടെ അറിയാത്ത ഇവരൊക്കെ കയറി ഭരിച്ചിട്ട് എന്താണ് ഉണ്ടാവുന്നത്? അവിടെ ഭക്തന്മാരെ ലാത്തി കൊണ്ട് അടിച്ചു ഒതുക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ നടക്കുകയല്ലേ. ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ കെട്ടിയിട്ടിരിക്കുകയല്ലേ. എന്തെല്ലാം. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ വിഷയങ്ങളൊക്കെ പെരുപ്പിച്ചു വരുന്നതിൽ എനിക്ക് വേറൊരു സംശയം കൂടി ഉണ്ടത്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നമ്മുടെ ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനെ അലക്കി വിരിച്ചിട്ടുണ്ട് പല കാര്യങ്ങളിലും. സ്കൂളിന്റെ കെട്ടിടത്തിന് മതിൽ പൊളിച്ചതിന്റെ, പിന്നെ ഗവർണറെ എന്നീ എല്ലാ വിഷയത്തിലും 0 മാർക്ക് വാങ്ങുന്ന ഈ സർക്കാർ ശബരിമലയിലും കഷ്ടപ്പെട്ട് 0 മാർക്ക് വാങ്ങിയിരിക്കുകയാണ്. യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളാണ് ഇതൊക്കെ ഏറ്റെടുക്കുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം സെൻകുമാർ സാർ പറഞ്ഞ പോലെ രാധാകൃഷ്ണൻ മന്ത്രിക്ക് ഇതിലൊന്നും ഒരു താല്പര്യമില്ലാത്ത അവസ്ഥയുമാണ്. അദ്ദേഹം രാത്രി 12:30 മല കയറി 3:30 സന്നിധാനത്ത് എത്തി എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അത് അനുജി ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. അതില്
അദ്ദേഹം ഇങ്ങനെ അവിടെ എല്ലാവരും നിന്ന് ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നുണ്ടായിരുന്നു. മാളികപ്പുറങ്ങളൊക്കെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അവരെ ഈശ്വരൻ രക്ഷിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം സ്വന്തം കർത്തവ്യത്തിൽ വീഴ്ച വരുത്തുന്ന ഒരാൾക്ക് അനുഗ്രഹ ശക്തി ഉണ്ടാവില്ല. കർത്തവ്യം താൻ ചെയ്യേണ്ടുന്ന കർമ്മം എന്താണ് അത് ചെയ്യാതെയാണ് ആളുകൾ കണ്ണിപ്പൊടിയിടാൻ ഈ ക്യാമറയുമായിട്ട് മന്ത്രിമാർ ഇറങ്ങുന്നത്. സത്യത്തിൽ ഇവര് അവലോകന യോഗം ചേർന്ന് ആദ്യം തന്നെ കെ ജയകുമാർ സാറിനെ പോലെ ആൾക്കാരെ വെച്ചിട്ട് മുൻ സർക്കാരുകൾ ഇടക്കാലം ചെയ്തിരുന്നു. അതുപോലെ പ്രഗത്ഭരായ ആളുകളെ വെച്ചിട്ട് അതത് സ്ഥലങ്ങളിൽ വെള്ളം എത്തിക്കാൻ, ഭക്ഷണം എത്തിക്കാൻ, മലമൂത്ര വിസർജന ടോയ്ലറ്റൊക്കെ കെട്ടിക്കൊടുത്തിരിക്കുന്നത് ഓരോ ഓഡായിട്ടുള്ള പ്ലേസസിലാണ്. അവർക്ക് പോവാൻ സൗകര്യമുള്ള സ്ഥലങ്ങളിലല്ല കെട്ടിക്കൊടുത്തിരിക്കുന്ന. മാനവും മര്യാദയും തറവാട്ട് പറഞ്ഞൊന്നും പോയിട്ടിരിക്കാത്ത തരത്തിലാണ് കക്കൂസ് കെട്ടിക്കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഭക്തന്മാരുടെ പണം വാങ്ങിയിട്ട് കാണിക്ക വഞ്ചി നിറച്ചിട്ട് ഇത്തരത്തിൽ ദ്രോഹിക്കുന്ന നടപടി നിർത്തിക്കൂടെ? ഞാൻ പറയുന്നത്, നേരത്തെ സുരേഷ് ബാബു സാർ പറഞ്ഞു പരിശോധിക്കപ്പെടേണ്ടതാണ് വിഷയങ്ങൾ എന്നൊക്കെ പറഞ്ഞു. അത് സുരേഷ് ബാബു സാറിന്റെ സംസ്കാരമാണ്, അത്രയും പരിഗണിക്കാമെന്ന ചിന്ത. ഇതേ കാര്യം നിങ്ങൾ പിണറായി വിജയനോട് പറഞ്ഞു നോക്കൂ. പിണറായി വിജയൻ എന്താ പറയാ? അവിടെ ഒരു കുഴപ്പമില്ല, കുറെ RSS രാഷ്ട്രീയം പറയുന്നതാണെന്ന് മാത്രം പറയും. അന്ധമായ രാഷ്ട്രീയ വിരോധം അല്ലാതെ മറ്റെന്താ ഉള്ളത്? അയ്യപ്പ സേവാ സമാജവും അയ്യപ്പ സേവാ സംഘവും ഒക്കെ ഉള്ള സമയത്ത് രഹന ഫാത്തിമയും ബിന്ദു അമ്മിണിയെയും കനകലതയൊക്കെ കൊണ്ടുപോയ ആ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ കണ്ടതല്ലേ പോലീസ് എത്ര സുരക്ഷിതമായാണ് അവരെ അവിടെ എത്തിച്ചത്. അതിന്റെ ഒരു 10-1 അയ്യപ്പ ഭക്തരോട് കാണിച്ചാൽ മതി ആ സ്നേഹം. അതെ, കനകദുർഗയും ബിന്ദു അമ്മിണിയും ഒക്കെ ഇവര് വളരെ ആൺവേഷം കെട്ടിച്ച് പുലർച്ചെ മല കയറ്റിയത് എന്നാണ് നവോത്ഥാന മതിൽ പണിഞ്ഞതിന്റെ പിറ്റേന്നാണെന്ന് ഓർക്കണം. അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന എന്തുകൊണ്ടാണ്? മറ്റൊരു ദേവാലയത്തിൽ മറ്റൊരു മതത്തിന്റെ ദേവസ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു ഹജ്ജ് യാത്രയുടെ ഇടയ്ക്ക് ഇങ്ങനത്തെ തോന്നിയാസം കാണിച്ചാൽ ഇവിടെ എന്താ ഉണ്ടാവുക? അപ്പൊ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ് വിഷയം. കേരള സർക്കാരിന്റെ രാഷ്ട്രീയത്തിന് ഹിന്ദുക്കൾക്ക് ഐക്യമില്ല എന്ന് കൃത്യമായിട്ട് അറിയാം. അപ്പൊ കൂടുതൽ വിഘടിപ്പിക്കാൻ ജാതി പറഞ്ഞിട്ടും കൂടുതൽ വിഘടിപ്പിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നേടാമോ അതൊക്കെ നേടി അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ജാതി പറഞ്ഞിട്ടും മറ്റു വിഷയങ്ങൾ ഉന്നയിച്ചിട്ടും ഹിന്ദുക്കൾ ഒരിക്കലും ഒന്നിച്ച് ഒരു രാഷ്ട്രീയ ശക്തിയായി തീരാതിരിക്കാനുള്ള എല്ലാ പണിയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കാലങ്ങളായിട്ട്. അതിന്റെ തിക്തഫലമാണ് ഇപ്പോ കുടിവെള്ളമെങ്കിലും തരുമെന്ന് കരയേണ്ടി വരുന്നത്. ഈ അവസ്ഥയിൽ എത്തിച്ചതിന് അറിഞ്ഞോ അറിയാതെ നമ്മൾ എല്ലാവരും ഉത്തരവാദികളാണ്. ഞാൻ പറയുന്നത്, ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാരുടെ കയ്യിലേക്ക് ദേവാലയങ്ങൾ വിട്ടുകൊടുക്കാതിരിക്കാനുള്ള ഒരു സംവിധാനം അത് മുകളിൽ നിന്ന് തന്നെ വരണം. മുകളിൽ നിന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ തന്നെ വരേണ്ടുന്ന വിഷയങ്ങളാണിത്. നമുക്കറിയാം, ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ദേവന്റെ സ്വത്ത് 10 കോടി രൂപയാണ് CM-ന്റെ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി എന്ന ദുരിതാശ്വാസ നിധിയിലേക്ക് കൊണ്ടുപോയത്. അപ്പോ ആ CM പിന്നെ ഈ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിലേക്ക് എടുത്തിരിക്കുന്ന പണം തിരിച്ചവിടെ കൊണ്ടുവയ്ക്കാൻ ഹൈക്കോടതി പറഞ്ഞിട്ടും ചെയ്യാത്ത കൂട്ടരാണ്. അതായത് തക്കം കിട്ടിയാൽ ദേവസ്വത്തിന്റെ ഭണ്ഡാരത്തിൽ നിന്നും മോഷ്ടിക്കാൻ മടിയില്ലാത്തവരാണ് ഈ സർക്കാർ എന്ന് തെളിയിച്ച ആളുകളാണ്. ഇവർ ചോദിച്ചാൽ പറയും, ഞങ്ങൾ ഇത്ര കോടി രൂപ അമ്പലത്തിന് മുടക്കി, ഇത്ര കോടി രൂപ ചെലവഴിച്ചു. ദേവസ്വം ഓഡിറ്റ് എന്താണ് പൊതുജനങ്ങൾ അറിയേണ്ടതല്ലേ? എത്ര പണം ചെലവഴിച്ചു ഇവർ പറഞ്ഞാൽ മതിയോ? ഇതിനൊക്കെ ആധികാരിക രേഖ എന്താണ്? കോടതികളിൽ എത്ര ദീർഘനാളുള്ള വ്യവഹാരങ്ങൾ നടത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെ ഈ ഹിന്ദു കോസ് വിജയിപ്പിക്കാൻ പറ്റും? ഐ എം കൺസേൺ അബൌട്ട് ദ ഹിന്ദു കോസ്. ആ ഹിന്ദു കോസ് വിജയിക്കണമെങ്കിൽ രാഷ്ട്രീയമായി ഹിന്ദുക്കൾ ചിന്തിച്ചു തുടങ്ങണം. നമ്മുടെ ദേവസ്ഥാനങ്ങളെ, നമ്മുടെ ദേവാലയങ്ങളെ, നമ്മുടെ ആചാര്യന്മാരെ, നമ്മുടെ ധർമ്മസംഹിതകളെ പുച്ഛിക്കുന്ന, നിന്ദിക്കുന്ന, വിലമതിക്കാത്ത ഒരാൾക്കും വോട്ട് ചെയ്യാതിരിക്കുക എന്ന മിനിമം പരിപാടിയിൽ ഭക്തന്മാർ ഒന്നിച്ചില്ലെങ്കിൽ, രാഷ്ട്രീയം തന്നെയാണ് പറയുന്നത്, ഇത്തരത്തിൽ ഈ ഖലന്മാരോട് കെഞ്ചേണ്ടുന്ന അവസ്ഥ കൂടിക്കൂടി വരിക തന്നെ ചെയ്യും. ജനുവരി 2-ാം തീയതി വടക്കുന്നാഥനെയും അതുപോലെ ഗുരുവായൂരപ്പനെയും കാണാനെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയ്യപ്പ ഭക്തർ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ അത് അദ്ദേഹം നേരിട്ട് മനസ്സിലാക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇടവേള.